ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 51. 50 ദിവസങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് സീസൺ 6ന്റെ ആദ്യ പകുതി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എന്തൊക്കെയായിരിക്കും വീടിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. 51ാമത്തെ എപ്പിസോഡാണ് ഇന്നലെ കഴിഞ്ഞു പോയത്. പുതിയ ക്യാപ്റ്റൻ വന്നു, പുതിയ പവർ ടീം വന്നു, പുതിയ നോമിനേഷൻസ് വന്നു. ഇതെല്ലാം നടന്നു പോയ ഒരു എപ്പിസോഡാണ്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് സംസാരിച്ച് പോകാം. രാവിലത്തെ മോർണിംഗ് സോങ്ങോടുകൂടി എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മുൻ ക്യാപ്റ്റൻ പവർ ബാഡ്ജ് കൊടുത്ത് അധികാരം ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിലവിലെ പവർ ടീം കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് അധികാരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, പക്ഷെ പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ആ പവർ ടീം നിർജീവമാണ് എന്നൊരു അഭിപ്രായം വന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നിലവിലുള്ള പവർ ടീമിൽ നിന്ന് 2 പേര് പുറത്തു പോയിട്ട് വീട്ടിനുള്ളിൽ നിന്ന് 2 പേരെ പവർ ടീമിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ആരാണ് ആ 2 പേർ, പുറത്തു പോകേണ്ട 2 പേർ ആരാണെന്ന് പവർ ടീമിന് തീരുമാനിക്കാം. അങ്ങനെ ആ 4 പേരും പവർ റൂമിലേക്ക് പോയി തമ്മിൽ സംസാരിക്കുകയാണ്. ആര് പുറത്തു പോകണം. ശ്രീരേഖയോട് ചോദിച്ചപ്പോൾ ശ്രീരേഖ പറഞ്ഞു, ഞാൻ നിൽക്കാനും തയ്യാറാണ്, പോകാനും തയ്യാറാണ്. അതായത് താല്പര്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഗബ്രിയോട് ചോദിച്ചപ്പോൾ ഗബ്രി ഇതേ അഭിപ്രായം. ഋഷി ആദ്യമേ പറഞ്ഞു, ഞാൻ പുറത്തേക്ക് പോവാണ്, അപ്പോൾ ഒരാളും കൂടി വേണം, പക്ഷെ സ്ട്രോങ് ആയിട്ട് ഒരാൾ അവിടെ ഉള്ളിൽ വേണം എന്ന ഒരാവശ്യം വന്നു. അപ്പോൾ ഒന്നുകിൽ ഗബ്രി അല്ലെങ്കിൽ ശരണ്യ ഉള്ളിൽ നിൽക്കണം എന്ന് പറഞ്ഞു. ഒടുവിൽ അവർ തീരുമാനിച്ചു ഗബ്രിയും ഋഷിയും പുറത്തേക്ക് പോകാം. ഋഷി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഗബ്രിയും പുറത്തേക്ക് പോകാം. അങ്ങനെ ശരണ്യയും ശ്രീരേഖയും നിലനിന്നുകൊണ്ട് ബാക്കി 2 പേരും പുറത്തേക്ക് പോയി. അപ്പോൾ അടുത്ത 2 പേരെ കണ്ടെത്തണം. ആർക്കൊക്കെയാണ് പവർ റൂമിലേക്ക് കയറാൻ അല്ലെങ്കിൽ പവർ ടീമിലേക്ക് കയറാൻ താല്പര്യമുള്ളതെന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ജാസ്മിൻ, ജിൻഡോ, നന്ദന, സിജോ, സായി ഇത്രയും പേരും എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഈ 2 പേരെ കണ്ടെത്താൻ വേണ്ടി ഒരു ഡിബേറ്റ് അറേഞ്ച് ചെയ്യുകയാണ്. 5 പേര് വരുന്നിട്ട് ഈ ഡിബേറ്റിൽ നിങ്ങൾ 4 പേരും ഈ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ആരെ പുറത്ത് വിടണം എന്നുള്ളത്. അങ്ങനെ അവസാനം വരുന്ന 2 പേരായിരിക്കും ഈ പവർ ടീമിലേക്ക് ആഡ് ആക്കപ്പെടുന്നത്. നിങ്ങൾ 5 പേരും ഒരുമിച്ചിരുന്ന് ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് 2 പേരൊഴികെ ബാക്കി 3 പേരെ പുറത്തേക്ക് വിടാം. ആ 2 പേരായിരിക്കും പവർ ടീമിലേക്ക് ആഡ് ആക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് പോയത് ജിൻഡോയാണ്. ജിൻഡോ ഭയങ്കരമായിട്ട് വാദിച്ചു, ജാസ്മിനും വാദിച്ചു, പക്ഷെ ഫലം ഉണ്ടായില്ല. ജിൻഡോയും പുറത്തേക്ക് പോയി. മൂന്നാമത് നന്ദനയും സായിയും കൂടി സിജോനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ സായിയും നന്ദനയും പവർ ടീമിലേക്ക് ആഡ് ആക്കപ്പെട്ടു. ആഘോഷപൂർവ്വം പവർ ടീമിനെ പവർ റൂമിലേക്ക് ആനയിക്കുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ ഭരണ പരിഷ്കാരങ്ങൾ ഭയങ്കര രസകരമാണ്. ശരിക്കും എനിക്ക് ശരണ്യ എനിക്ക് ഇഷ്ടമായിരുന്നു. ശരണ്യയുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ പവർ റൂമിലേക്ക് കയറിയതിനു ശേഷം, അതും സിബിൻ പോയതിനു ശേഷം, സിബിൻ ഉള്ളപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ സിബിൻ പോയതിനു ശേഷം ശരണ്യയുടെ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ സ്കൂൾ ടീച്ചർ, സ്കൂൾ പ്രിൻസിപ്പൽ പെരുമാറുന്ന പോലെയൊക്കെയാണ്. എൻ്റെ പവർ ഉപയോഗിച്ച് ഞാൻ പറയുന്നു, അത് ചെയ്യണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു വ്യക്തിയോടല്ലേ സംസാരിക്കുന്നത്? ഒരല്പം പവർ വേണം, പവർ ഉപയോഗിച്ച് സംസാരിക്കാം, പക്ഷേ അവരത് ചെയ്യണമെങ്കിൽ ഒരല്പം മയപ്പെടുത്താം സംസാരത്തിൽ. അതല്ല. അപ്പോൾ ഇവർ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ഡ്യൂട്ടി സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സാർന്ന് വിളിക്കണം, സാർന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യണം. അതിന് പറഞ്ഞ കാരണം സഭ്യമായ ഭാഷയിലല്ല സംസാരിക്കുന്നത് എന്ന് പുറത്ത് പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ഇവിടെ സഭ്യത വിട്ടാണ് പലരും സംസാരിക്കും, പെരുമാറുകയും ചെയ്യുന്നത്. അത് ഈ ഡ്യൂട്ടി സമയത്ത് അല്ലല്ലോ. തല്ലുണ്ടാക്കുമ്പോഴും വഴക്കുണ്ടാക്കുമ്പോഴും അല്ലേ അച്ഛനും അമ്മയ്ക്കും പറയുന്നതും തെറി പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് മര്യാദയ്ക്ക് നിൽക്കുന്ന സമയത്ത് സാറിന് വിളിക്കണം, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിനുശേഷം പിന്നെ ടാസ്ക് ആയിരുന്നു. ടാസ്ക് എന്ന് പറയുന്നത് ചൂരൽ കഷായം. ഒരു സർക്കിളിനകത്ത് മെമ്പേഴ്സ് എല്ലാവരും നിൽക്കുന്നു. രതീഷ് എല്ലാത്തിനും ഒരു കാണിയാണിപ്പോൾ. രതീഷ് ഒരു ഗസ്റ്റാണ് ബിഗ് ബോസ് ഹൗസിൽ, അതുകൊണ്ട് എല്ലാത്തിലും കാണിയാണ്. പുള്ളിക്ക് ഒന്നിനും പങ്കെടുക്കാനും പറ്റില്ല, ഒരു അഭിപ്രായവും പറയാൻ പറ്റില്ല, നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ടാസ്ക് എന്ന് പറയുന്നത് ഒരു റൗണ്ടിനകത്ത് ഇവരെല്ലാവരും നിൽക്കുന്നു. അതിൽ ഒരാളുടെ കണ്ണ് കെട്ടുന്നു. ആദ്യം ക്യാപ്റ്റനായിരുന്നു. കണ്ണ് കെട്ടിയതിന് ശേഷം കയ്യിലൊരു നീളമുള്ളൊരു വടി പോലത്തെ സാധനം, വടിയല്ല ശരിക്കും സ്പോഞ്ച് പോലത്തെ എന്തോ സാധനമാണ്. അപ്പോൾ ഇതുകൊണ്ട് അടിക്കണം. ആ അടി കൊള്ളുന്നയാൾ അടുത്ത വീണ്ടും കണ്ണ് കെട്ടണം. ഈ റൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി പോകുന്നയാൾ ഔട്ട്. ഇങ്ങനെ ഏറ്റവും അവസാനം വരെ നിൽക്കുന്നയാളാണ് വിജയിക്കുന്നത്. അത് അവസാനം വന്നത് അപ്സരയാണ്. ജാസ്മിൻ ആദ്യമേ ഔട്ടായി. അപ്സരയാണ് ഏറ്റവും അവസാനം വരെ നിന്നത്. അങ്ങനെ അപ്സര വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ നോമിനേഷനായിരുന്നു. നോമിനേഷൻ ഇപ്രാവശ്യം 9 പേരാണ് നോമിനേഷനിൽ വന്നേക്കുന്നത്. ജാസ്മിനെ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു. അതിന് ഗബ്രിയുടെ ഒരു പ്ലാൻ വർക്കൗട്ട് ആയില്ല. ഗബ്രി ജിൻഡോനെയാണ് പറഞ്ഞത്. പക്ഷേ ജിൻഡോനെ ഓൾറെഡി നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നന്ദനെ അവിടെ ഒരു പോയിന്റ് എടുത്തിട്ടു. അപ്പോൾ എല്ലാവരും അത് സമ്മതിച്ചു. ശരിയാണ്, ജിൻഡോനെ എന്തായാലും നോമിനേഷനിലേക്ക് മറ്റുള്ള എല്ലാവരും പറയും, അതുകൊണ്ട് അതല്ലാതെ ഒരാൾ വേണം. ഒബ്വിയസ്ലി ജാസ്മിൻ്റെ പേര് വന്നു. അപ്പോൾ ജാസ്മിന് ഡയറക്റ്റ് നോമിനേഷൻ. അഭിഷേക് ശ്രീകുമാർ ഓൾറെഡി നോമിനേഷനിലേക്കുണ്ട്. ആളുടെ ശിക്ഷാ വിധി പ്രകാരം ഓൾറെഡി നോമിനേഷനിലേക്കുണ്ട്. പിന്നെ ഉള്ളത് 7 പേരാണ് നോമിനേഷനിൽ വന്നത്. പവർ ടീം വിട്ടിട്ട്, ക്യാപ്റ്റനും വിട്ടിട്ട് ബാക്കി 7 പേര് നോമിനേഷനിലേക്ക് വന്നു. അപ്സരയും ശ്രീതും ഇപ്രാവശ്യം നോമിനേഷനിൽ ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്
നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞത്. അപ്പോൾ 9 പേരാണ് ഇപ്രാവശ്യം നോമിനേഷനിലേ ഉള്ളത്. പിന്നെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഗബ്രി ജാസ്മിൻ ഒരു ഗംഭീര വഴക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ശ്രീതുവിൻ്റെ പേരും പറഞ്ഞിട്ട്. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കിനിടയ്ക്ക് അത് ജിൻഡോ ഇട്ട് കൊടുത്ത ഒരു ചെറിയ തീപ്പൊരിയാണ് ആളി പടർന്നത്. ജിൻഡോ പറഞ്ഞു ജാസ്മിൻ മാറി നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ശ്രീതു അവിടേക്ക് വരുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ ആ ഗെയിം കുറച്ചുകൂടി ഒരു ശ്രീതുവിന് ഓടി എത്താൻ പറ്റുമായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ഒരു ചേഞ്ച് വരുമായിരുന്നു, ടീമിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ ജിൻഡോ പറഞ്ഞപ്പോൾ ഗബ്രി എന്നെ സപ്പോർട്ട് ചെയ്തു. ശരിയാണ്, ജാസ്മിൻ വയ്യായിക ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ മാറി നിന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത് ജാസ്മിൻ അങ്ങോട്ട് ബോധിച്ചില്ല, പിടിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ട്. ജിൻഡോ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഗബ്രി പറയാം, ജിൻഡോ എന്ത് പറഞ്ഞ് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞത് മാത്രമേ എനിക്ക് നോക്കേണ്ട കാര്യമുള്ളൂ, നീ എന്നോട് സംസാരിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടായി. അപ്പോഴേക്ക് ശ്രീതു കയറി വരുന്നു, എന്താ കാര്യം ചോദിക്കുന്നു. അപ്പോൾ ശ്രീതുവിനോട് ഗബ്രി സംസാരിക്കുന്നു. ചോദിച്ചത് ശ്രീതു ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞത്. ശ്രീതു പറഞ്ഞു അതെ അങ്ങനെയാണ് പറഞ്ഞത്. അതൊന്നും ജാസ്മിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ജാസ്മിൻ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചത്. ഇതിനിടയ്ക്ക് ജിൻഡോയും രതീഷും കൂടി ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ജിൻഡോ പറയുന്നു ഞാൻ ഇട്ട് കൊടുത്തു, അവൻ അതിൽ കയറി പിടിച്ചു, എൻ്റെ ഗെയിമാണത് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. ഇവരുടെ ഡ്രാമയാണോന്നും നമുക്കറിയില്ല. അവിടെ നന്നായിട്ട് ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് രണ്ടുപേരും തമ്മിൽ. എവിടേക്കോ എന്തൊക്കെയോ ഒരു പൊട്ടിത്തെറികളൊക്കെ നടക്കുന്നുണ്ട്. കാരണം പഴയതുപോലെ ഗബ്രി ജാസ്മിനോട് സംസാരിക്കുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ഗബ്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പുറത്ത് നടക്കുന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടായിരിക്കാം കുറേയൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇനി ഇന്നത്തെ പ്രമോ കണ്ടപ്പോൾ അതിനകത്ത് ഗംഭീര ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, അതിഥികളെ രക്ഷിക്കുക. അതായത് ഈ ബിഗ് ബോസ് ഹൗസിൽ ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന വേറൊരു കാര്യം, ഇവർക്ക് 4 ടീമിനെയും ഡിവൈഡ് ചെയ്തിട്ട് ആ 4 പേർക്കും ഓരോ കളേഴ്സ് കൊടുത്തു. അതായത് അടുത്ത ആഴ്ച ഈ ആഴ്ചത്തെ ടാസ്കുകളിലെല്ലാം 4 ടീമും പങ്കെടുക്കണം. മിക്കവാറും പവർ ടീമിനെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. കാരണം പവർ ടീം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായമേ എടുത്ത് കളയാൻ സാധ്യതയുണ്ട്. ആ ഒരു സമ്പ്രദായം വന്നതിന് ശേഷമാണ് പലരും സേഫ് സോണിൽ നിൽക്കുന്നത്. പവർ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സേഫ് ആണല്ലോ, പിന്നെ നോമിനേഷൻ പേടിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഗബ്രി തന്നെ കഴിഞ്ഞ് 3 നാളായിട്ട് നോമിനേഷൻ ഒരു പ്രാവശ്യം തന്നെ വന്നിട്ടുള്ളത്. എപ്പോഴും പവർ റൂമിനകത്ത് ഗബ്രി ഉണ്ട്. ഒരു പ്രാവശ്യം നോമിനേഷനിൽ വന്നു, അത് രക്ഷപ്പെട്ടു. ഗബ്രി എപ്പോഴും പവർ റൂമിൽ നിൽക്കാൻ ആഗ്രഹിച്ച ഒരാളുമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് മിക്കവാറും ഇനി അങ്ങോട്ട് പോകുമ്പോൾ പവർ ടീം എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടാവില്ല. 4 ടീം മാത്രമേ 4 ടീമായിട്ടുണ്ടാവുള്ളൂ. എല്ലാവരും പങ്കെടുക്കണം എന്നൊരു നിബന്ധന വരുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ ഇന്ന് ടാസ്ക് എന്ന് പറയുന്നത് ഗസ്റ്റുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഗസ്റ്റിൻ്റെ തലയിൽ ഒരു ഡോളാണ്. എല്ലാവരുടെയും കയ്യിലൊരു ഓരോ ടീമിൻ്റെ കയ്യിൽ ഓരോ ഡോളുണ്ട്. ആ ഡോളാണ് ഇവരുടെ ഗസ്റ്റ്. ഈ ഡോളിൻ്റെ ബാക്കിൽ ഒരു ബലൂൺ കെട്ടിയിട്ടുണ്ടാവും. ഈ ബലൂൺ കുത്തി പൊട്ടിക്കണം. ബലൂൺ പൊട്ടിച്ചാൽ ആ ഗസ്റ്റിനെ കൊല്ലുന്നതിന് തുല്യമാണ്. ഗസ്റ്റ് മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക്കാണ് വരാൻ പോകുന്നത്. പ്രമോയിൽ കാണിച്ചതാണ്. അതിന് എപ്പോഴാണ് കാണിക്കുന്നത്, ലൈവിൽ കാണിക്കുന്നത് നമുക്കറിയില്ല. എനിവേ ഇതൊക്കെയാണ് ഇന്നലെ നടന്നു പോയ കാര്യങ്ങൾ. സോ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് വരാം. ഒപ്പം മറ്റൊരു കാര്യം കൂടി, അഖിൽമാരാരുടെ ആരോപണങ്ങളും അതിന് വീണ്ടും അഖിൽ പറഞ്ഞ കാര്യത്തെ എതിർത്തുകൊണ്ട് നാദിര വന്നിട്ടുണ്ട്. മനു വിഷൻ ചാനലിലെ മനോജേട്ടൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും അഖിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. കാരണം അഖിൽ പറഞ്ഞതിൽ എന്തൊക്കെയോ, ഞാൻ എല്ലാം ശരിയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ എന്തൊക്കെയോ ശരികൾ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. വരും ദിവസങ്ങളിൽ അതിൻ്റെ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് മറന്നേക്ക് പുറത്തു വരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഗുഡ് ബൈ.